ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കി എന്ന പേരിലൊരു പേജുണ്ട്, ഇൻസ്റ്റയിലാണ്, പിന്നെ ഫേസ്ബുക്കിലും ഉണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സുകളൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മളുടെ ടിപ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് സോക്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ കാണുമല്ലോ സോക്സ്. അത് നല്ല വൃത്തിയായിട്ടുള്ള സോക്സ് വേണം ഇതിനൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2-3 സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് നമ്മളുടെ സോക്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് നാരങ്ങ സൂക്ഷിക്കാനായിട്ട് നമുക്ക് നമ്മളുടെ സോക്സ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നല്ലൊരു ടിഷ്യൂ എടുത്തതിന് ശേഷം നാരങ്ങ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു വെക്കുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ സോക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നാരങ്ങ കറുത്ത് പോവാതെ ഇരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തണുപ്പൊക്കെ, ഫ്രിഡ്ജിലെ തണുപ്പൊക്കെ കറക്റ്റായിട്ട് അതിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. പിന്നെ ടിഷ്യൂ ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, നമ്മളുടെ ന്യൂസ് പേപ്പർ എന്താണേലും ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നാരങ്ങ സൂക്ഷിക്കാനുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വീടുകളിലുള്ള നമ്മൾ ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് നാരങ്ങ ഇട്ട് വെച്ചാലും കുറേ നാൾ നല്ല രീതിയിൽ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇരിക്കും. അപ്പം കൂടുതൽ നീര് കിട്ടാനായിട്ടും അങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ ഈ 2 ടിപ്പുകളൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി നമുക്ക് നമ്മുടെ സോക്സിനെ ഒന്ന് മുറിക്കണം. ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ താഴ്ഭാഗം മാത്രം, അതായത് ഓപ്പൺ അല്ലാത്ത ആ ഭാഗം മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ വീടുകളിലുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മളുടെ എണ്ണക്കുപ്പി അല്ലേ. എപ്പോഴും എല്ലാ വീടുകളിലും കാണും. അത് കുറച്ച് നമ്മളിങ്ങനെ ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പുറമേ ആകാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മളുടെ എണ്ണ ബോട്ടിൽ എടുത്തതിന് ശേഷം ഇതുപോലെ അതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഞാൻ അതിൻ്റെ ആ അരികൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ എണ്ണക്കുപ്പി അതിനകത്തേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ നമ്മളുടെ തറയൊന്നും നമ്മളുടെ ടൈലൊന്നും വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായകമാകും. ഇപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എണ്ണക്കുപ്പിക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് എടുക്കുന്ന ആ ബോട്ടിലും നമുക്ക് ഇതേ ടിപ്പ് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ചെറിയൊരു പീസ് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മളുടെ സോക്സ് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു സോക്സ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താലും നന്നായിട്ട് നമ്മളുടെ ആ ഒരു എണ്ണമയോ അല്ലെങ്കിൽ നെയ്യുടെ ആ ഒരു അംശമൊന്നും തറയിലേക്ക് ആവാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു സോക്സ് കഷ്ണം എടുക്കുക. നമ്മളുടെ പാത്രങ്ങളൊക്കെ തേച്ച് നല്ല വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങളോ ഏത് പാത്രങ്ങളായിക്കൊണ്ട് പോട്ടെ, വേഗം കഴുകിയെടുക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പോറലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ സോക്സ് ഉപയോഗിക്കാം. അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ ബോഡി സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നല്ല കണ്ടോ, ഗ്ലാസ് ഇവിടെ നല്ല ക്ലീനായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ടിപ്പും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടുകളിലൊക്കെ ഉള്ള സംഭവമാണല്ലേ ഷൂസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ സോക്സ് കഷ്ണം മുറിച്ച് ഇതുപോലെ വൃത്തിയാക്കാം കേട്ടോ. നമ്മളുടെ ഷൂ ഒക്കെ അതിലെ പൊടിയും അഴുക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ വൃത്തിയാകുകയും ചെയ്യും. നമ്മളുടെ കയ്യിലൊട്ട് പറ്റുകയില്ല. പിന്നെ നമുക്ക് വാഷ് ചെയ്ത് ഉണക്കി വെക്കാനും വളരെ എളുപ്പമാണ്. സോക്സ് കഴുകാനായിട്ട് അത്രയ്ക്ക് പാടൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഷൂ വൃത്തിയാക്കാനുള്ള മറ്റൊരു നല്ലൊരു ടിപ്പാണ് നമ്മളുടെ പഴത്തിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു കഷ്ണം തൊലിയെടുക്കാം കേട്ടോ. വളരെ നല്ലൊരു ടിപ്പാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഷൂവിൽ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷം നല്ല ആ ഒരു കളറ് മങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഷൂ ഒക്കെ നന്നായിട്ട് കളർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലതായിട്ട് ഈ ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വേഗത്തിൽ ക്ലീനായി കിട്ടും.
പിന്നീട് നമുക്ക് നല്ലൊരു ടിഷ്യൂ ഉപയോഗിച്ചോ നല്ലൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചോ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാകും. നല്ല രീതിയിൽ നമ്മുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാനായിട്ട് ഈ ഒരു പഴുത്തൊലി ഒരുപാട് സഹായകമാകുന്നുണ്ട്. ടിഷ്യൂ വെച്ച് തുടച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ ഷൂ പോളിഷറോ ഉപയോഗിച്ച് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ ആ തിളക്കം. അപ്പം ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടുകളിലുള്ള ചെറിയ ചെറിയ നമ്മൾ ഫ്ലവർ വേഴ്സുകൾ അല്ലെങ്കിൽ നമ്മളിതാ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്ന ചെടികളൊക്കെ നമ്മൾ കുപ്പികളിലൊക്കെ ആക്കി വെക്കാറുണ്ടല്ലോ. അപ്പോൾ നല്ല ഡിസൈനുള്ള നമ്മളുടെ സോക്സ് ഒരെണ്ണം എടുക്കുക. അതിന് ശേഷം അത് ഇതാ ഇതുപോലെ നമ്മളുടെ കുപ്പിയൊക്കെ മനോഹരമാക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായകമാകും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. നമ്മളുടെ കുപ്പിയുടെ ആ ഒരു ഷേപ്പേ മാറിപ്പോകും കേട്ടോ. കുട്ടികളുടെയൊക്കെ സോക്സ് ആകുമ്പോൾ നല്ല ഭംഗിയുള്ള സോക്സുകൾ കാണും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉപയോഗിക്കാനും പറ്റില്ല അല്ലേ, കളയാനും തോന്നൂല. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. വളരെ നന്നായിട്ടൊരു ഹോം ഡെക്കറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ അല്ലേ കണ്ണാടി. അപ്പോൾ ആ കണ്ണാടി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ സോക്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് നമ്മളുടെ പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ കണ്ണാടി അതുപോലെ തന്നെ നമ്മളുടെ അലമാരിയുടെ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പേസ്റ്റ് ഉപയോഗിച്ച് വൃത്തിയാക്കാം. നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. ട്രൈ ചെയ്ത് നോക്കണേ. പേസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലാണ് അതിൻ്റെ ക്ലീനായിട്ട് എല്ലാ രീതിയിലും ക്ലീനായി കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ സോക്സിലേക്ക് ഇതാ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ കണ്ണാടി നല്ല രീതിയിലൊന്ന് എല്ലായിടത്തേക്കുമായിട്ട് ഈ പേസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നല്ല ക്ലീനായി കിട്ടും. വളരെ നല്ലൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് പേസ്റ്റ് മതിയാകും കേട്ടോ. ഞാനിപ്പോൾ എടുത്തപ്പം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇത്ര എടുക്കല്ലേ, കുറച്ച് മതി. പക്ഷേ ക്ലീനായി കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. പിന്നെ നമ്മളുടെ നിറം മങ്ങിയ അലമാര ചില്ലുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള ചായവെള്ളം ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ബ്ലാക്ക് ടീ, അത് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ചില്ലിലൊന്ന് തുടച്ചു കൊടുക്കാതെ വെച്ചിട്ട് വളരെ നല്ലൊരു ടിപ്പാണ്. നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നിറം മങ്ങിയ ചില്ലൊക്കെ നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മളൊക്കെ അയൺ പാത്രങ്ങൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അയൺ പാത്രങ്ങൾ സീസൺ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് അയൺ പാത്രങ്ങളൊക്കെ സീസൺ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ അയൺ പാത്രങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തതിന് ശേഷം നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഉണങ്ങാനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ സോക്സ് ഉപയോഗിച്ച് ഇതുപോലെ എണ്ണ തടവി വെക്കാം കേട്ടോ. നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നന്നായിട്ട് എല്ലാ വശങ്ങളിലും ഈവനായിട്ട് എണ്ണ പിടിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾക്ക് നല്ല എളുപ്പത്തിൽ നമ്മളുടെ പണി കഴിയുകയും ചെയ്യും. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല ടിപ്സുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.